വിവാഹത്തിൻ്റെ പ്രധാന ചടങ്ങുകളിലേക്കും അവയുടെ പ്രാധാന്യങ്ങളിലേക്കും ഒരു എത്തിനോട്ടം നടത്തുകയാണ്. ഒരു പ്രാർത്ഥനയോടെ ഇത് ആരംഭിക്കാം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈः വേദൈः സാംഗപദക്രമോപനിഷदैः ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാം ബ്രഹ്മവിദുഃസുരാः സുരഗണാഃ ദേവായ തസ്മൈ നമഃ. വിവാഹം എല്ലാ പ്രവൃത്തികളും യജ്ഞഭാവത്തോടെ ചെയ്യുക എന്നത് ഭാരത സംസ്കാരത്തിൻ്റെ മുഖമുദ്രയാണ്. വിവാഹമെന്ന പവിത്രമായ ചടങ്ങ് ഷോഡശക്രിയകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനാൽ വിവാഹവും യജ്ഞം തന്നെ. മലയാള ബ്രാഹ്മണരായ നമ്പൂതിരിമാരിൽ ഋഗ്വേദികളുമുണ്ട്, യജുർവേദികളുമുണ്ട്, സാമവേദികളുമുണ്ട്. ഋഗ്വേദികളിൽ തന്നെ 2 വിഭാഗങ്ങളുണ്ട്: കമുഷീതക ചരണക്കാരും ആശ്വലായന ചരണക്കാരും. വിവാഹത്തിൻ്റെ പ്രധാന ചടങ്ങുകളും അവയുടെ പ്രാധാന്യങ്ങളും ചുരുക്കത്തിൽ പ്രതിപാദിക്കുകയാണ് ഇവിടെ. വധുപിതാവിൻ്റെ ക്ഷണമാണ്. വധുവിൻ്റെ പിതാവ് വരനെ വലതുകൈ പിടിച്ച് മന്ത്രം ചൊല്ലി ക്ഷണിക്കുകയാണ്. വിവാഹം ചെയ്യാൻ വരനോട് അഭ്യർത്ഥിക്കുന്നതാണ് ഈ മന്ത്രത്തിൻ്റെ പൊരുൾ. പുണ്യാഹം. പരിശുദ്ധ വസ്തുക്കൾ ചേർത്ത ജലം മന്ത്രങ്ങൾ ചൊല്ലി തളിക്കുന്നതാണ് പുണ്യാഹം. വധുവിൻ്റെയും വരൻ്റെയും ഭാഗത്തുള്ളവർ വേറെ വേറെ പുണ്യാഹം ചെയ്യുന്നു. ശുദ്ധി വരുത്താനാണ് പുണ്യാഹം എന്നാണ് പൊതുധാരണ. ആശംസ എന്ന അർത്ഥവും അതിനുണ്ട്. അശുദ്ധിയെയും പാപത്തെയും നീക്കി ഐശ്വര്യം, ധനം, ഭക്ഷണം എന്നിവ നൽകി അനുഗ്രഹിക്കാൻ വരുണൻ, സോമൻ, അഗ്നി, സൂര്യൻ മുതലായ ദേവന്മാരോട് പ്രാർത്ഥിക്കുന്നതാണ് ഈ മന്ത്രങ്ങളുടെ പൊരുൾ. വരൻ്റെ ഭാഗത്തു നിന്നുള്ള പുണ്യാഹമാണ് ചിത്രത്തിൽ കാണുന്നത്. പാനക്കുടമൊഴിയൽ. ഒരു ചെമ്പുകുടത്തിൽ ഉണക്കല്ലരിയും തെങ്ങിൻ പൂക്കുലയും നാളികേരവും കൊളുത്തിവെച്ച തിരിയും കൂടിയതാണ് പാനക്കുടം. വധുവിൻ്റെ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ ഈ പാനക്കുടം കൊണ്ട് വരൻ്റെ പിന്നിൽ നിന്ന് ഉഴിയുന്നു. വരനെ തേജസ്സുള്ളവനാക്കുവാനാണ് പാനക്കുടം ഉഴിയൽ എന്നാണ് സങ്കല്പം. വരൻ്റെ പിന്നിൽ നിന്ന് പാനക്കുടം ഉഴിയുന്നതാണ് ചിത്രത്തിൽ കാണുന്നത്. അഭിവാദ്യമാണ് അടുത്തത്. വധുവിൻ്റെ പിതാവ് വരനെ മന്ത്രം ചൊല്ലി സ്വാഗതം ചെയ്യുന്നതാണ് അഭിവാദ്യം. വരൻ മന്ത്രം ചൊല്ലി അഭിവാദ്യം സ്വീകരിക്കുകയും ചെയ്യുന്നു. വരൻ മഹാവിഷ്ണു ആണ് എന്നതാണ് ഇവിടെ സങ്കല്പം. വധുവിൻ്റെ പിതാവ് വരനെ അഭിവാദ്യം ചെയ്യുന്നതാണ് ചിത്രത്തിൽ. മന്ത്രകോടി കൊടുക്കലാണ് അടുത്തത്. വരൻ വധുവിനുള്ള മന്ത്രകോടി വധൂപിതാവിൻ്റെ കയ്യിൽ കൊടുത്തയക്കുന്നു. സാരിയാണ് ഇപ്പോൾ മന്ത്രകോടി. വരനുള്ള വസ്ത്രം വധു പിതാവിൻ്റെ കയ്യിൽ കൊടുത്തയക്കുന്നു. വരൻ മന്ത്രം ചൊല്ലി വസ്ത്രവും ഉത്തരീയവും ധരിക്കുന്നു. വധുവിനെ മറ്റു സുമംഗലികളായ സ്ത്രീകൾ മന്ത്രോച്ചാരണങ്ങളോടെ മന്ത്രകോടി അണിയിക്കുന്നു. വസ്ത്രങ്ങൾ അണിഞ്ഞ് തേജസ്സുള്ളവരാക്കുവാനും വസ്ത്രദാരിദ്ര്യം ഇല്ലാതാക്കുവാനുമുള്ള പ്രാർത്ഥനയാണ് ഈ മന്ത്രങ്ങളുടെ പൊരുൾ. വരൻ വധുവിനുള്ള മന്ത്രകോടി വധുവിൻ്റെ പിതാവിൻ്റെ കയ്യിൽ കൊടുക്കുന്നതാണ് ചിത്രം. അടുത്തത് ഹോമാരംഭമാണ്. വരൻ മന്ത്രാചരണങ്ങളോടെ തീക്കനൽ കൊണ്ട് തീ കത്തിച്ച് അഗ്നി സാന്നിധ്യം ഉണ്ടാക്കുകയാണ്. വിവാഹത്തിൻ്റെ പല സമയത്തായി നെയ്യ് മുതലായ വസ്തുക്കൾ അഗ്നിയിലേക്ക് മന്ത്രോച്ചാരണത്തോടെ ഹോമിക്കുന്നു. അലങ്കരിച്ച അഗ്നികുണ്ഡത്തിൽ ഹോമം തുടങ്ങിയതാണ് ചിത്രം. മറുഭാഗത്ത് വധുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്രിയകളും നടക്കുന്നു.
താലികെട്ട് അഥവാ കണ്ഠസൂത്രം അണിയിക്കലാണ് അടുത്തത്. നമ്പൂതിരി സ്ത്രീകൾക്ക് മന്ത്രാചരണത്തിനും കുടുംബത്തിലെ തേവാരങ്ങൾക്കും വേണ്ടി നമ്പൂതിരി പുരുഷന്മാരുടെ പൂണൂൽ പോലെ പിരിച്ച ചരടിൽ അശുദ്ധി വരാതിരിക്കാൻ സ്വർണം കോർത്ത് അണിയിക്കുന്ന പതിവുണ്ടായിരുന്നു. പിതാവാണ് ഇത് അണിയിച്ചിരുന്നത്. മുമ്പ് ഇത് പെൺകുട്ടികളുടെ ചെറുപ്രായത്തിൽ തന്നെ ചെയ്തിരുന്നു. പിന്നീടത് വേളി സമയത്ത് പിതാവ് വധുവിനെ താലി കെട്ടിക്കലായി മാറി. സ്ത്രീ പുരുഷന്മാർക്ക് ഉള്ള തുല്യ പ്രാധാന്യം ഇത് കാണിക്കുന്നു. വധുവിന്റെ പിതാവ് വധുവിനെ കഴുത്തിൽ താലി കെട്ടിക്കുന്നു. 1000 തിരി ഉഴിയലാണ് അടുത്തത്. അവിവാഹിതയായ വധുവിന്റെ സംരക്ഷകനായി വിശ്വാവസു എന്ന ഗന്ധർവൻ അവളിൽ കുടികൊള്ളുന്നു. വിവാഹശേഷം സംരക്ഷകൻ ഭർത്താവായതിനാൽ ഗന്ധർവനെ നന്ദിപൂർവം ഒഴിപ്പിക്കുന്നതിന് 1000 തിരി കത്തിച്ച് ഒഴിയുന്നു. 1000 തിരി ഒഴിയുന്നതാണ് ചിത്രത്തിൽ കാണുന്നത്. മുഖദർശനം. വരനും വധുവും നേരിൽ കണ്ട് വിവാഹസമ്മതം ഉറപ്പിക്കുന്ന ചടങ്ങാണ് മുഖദർശനം. ഐശ്വര്യത്തിനു വേണ്ടിയുള്ള വധുവിന്റെ നിരീക്ഷണം കൂടിയാണിത്. വധുവും വരനും നേരിൽ കാണുന്ന മുഖദർശനമാണ് ചിത്രത്തിൽ. കന്യാദാനം. വധുവിന്റെ പിതാവ് മന്ത്രം ചൊല്ലി ജലം വധുവിന്റെ കയ്യിലേക്ക് വീഴ്ത്തി വധുവിനെക്കൊണ്ട് വരന്റെ കയ്യിലേക്ക് വീഴ്ത്തിക്കുന്നു. വധുവും വരനും എല്ലാ കർമാനുഷ്ഠാനങ്ങളും ഒത്തൊരുമിച്ച് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നതാണ് കന്യാദാനത്തിലെ മന്ത്രത്തിന്റെ അർത്ഥം. കന്യാദാനം എന്ന ചടങ്ങാണ് ചിത്രത്തിൽ. പാണിഗ്രഹണം എന്ന വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ് അടുത്തത്. വരൻ മന്ത്രം ചൊല്ലി വധുവിന്റെ കൈ പിടിക്കുന്ന ചടങ്ങാണ് പാണിഗ്രഹണം. ദമ്പതികൾ ഗൃഹസ്ഥാശ്രമം ധർമ്മം അനുസരിച്ച് ചെയ്യുന്നതും ചെയ്യേണ്ടതുമായ കർമാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ അവരെ കൂട്ടിയോജിപ്പിച്ച് പ്രാപ്തരാക്കാൻ ദേവന്മാരായ ഭഗൻ, അര്യമാവ്, സവിതാവ്, പൂഷാവ് എന്നിവരുടെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഈ മന്ത്രത്തിന്റെ പൊരുൾ. പാണിഗ്രഹണത്തിനുള്ള മന്ത്രം. ഗൃഹ്ണാമി തേ സൗഭഗത്വായ ഹസ്തം മയാ പത്യാജരദഷ്ടിരി യഥാ സാ ഭഗോ അര്യമാ സവിതാ പുരന്ധിർമഹ്യം ത്വാ ദുർഗാർഹപത്യായ ദേവാ. വരൻ വധുവിന്റെ കൈപിടിക്കുന്ന പാണിഗ്രഹണം എന്ന ചടങ്ങാണ് കാണുന്നത്. മലർഹോമം. വധുവും വരനും ചേർന്ന് പരസ്പരം യോജിപ്പിക്കുക എന്ന ധർമ്മത്തിന്റെ ദേവതയായ അര്യമാവിനും ജീവന്റെ നിലനിൽപ്പിനാധാരമായ ജലദേവതയായ വരുണനും പോഷണധർമ്മദേവതയായ പൂഷാവിനും മലർ തീയിൽ ഹോമിക്കുന്നു. വധൂഗ്രഹത്തിൽ നിന്ന് ഭർതൃഗ്രഹത്തിലേക്ക് മാറുമ്പോൾ വേണ്ട അനുഗ്രഹത്തിനു വേണ്ടിയാണിത്. വരൻ വധുവിനെക്കൊണ്ട് അഗ്നികുണ്ഡത്തിൽ മലർ ഹോമിപ്പിക്കുന്നതാണ് ചിത്രം. വേളിയോത്ത്. മലർ തീയിലേക്ക് വീഴുമ്പോൾ വേദജ്ഞർ വേളിയോത്ത് എന്ന വേദഭാഗം ചൊല്ലി വധൂവരന്മാരെ ആശീർവാദം ചെയ്യുന്നു. വധുവിനുള്ള ഉപദേശങ്ങളും വധുവിന്റെ പ്രാർത്ഥനകളും വരന്റെ സദസ്സിനോടുള്ള ആശീർവാദ അഭ്യർത്ഥനയും അവരുടെ ആശീർവാദവുമാണ് വേളിയോത്തിലുള്ളത്. ഈ സമയത്ത് സദസ്യർക്ക് സ്വസ്ഥാനത്തിരുന്ന് വധൂവരന്മാരെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യാം. വേദജ്ഞർ വേളിയോത്ത് ചൊല്ലുന്നതിന്റെ ചിത്രമാണ് കാണുന്നത്. അഗ്നിപ്രദക്ഷിണം. വരൻ വധുവിന്റെ കൈവിരൽ 5ഉം കൂടി പിടിച്ച് മന്ത്രം ചൊല്ലി അഗ്നിയെ പ്രദക്ഷിണം വയ്ക്കുന്നു. ബ്രാഹ്മണ സദസ്സിൽ ബന്ധുജന സമക്ഷം അഗ്നിസാക്ഷിയായി ഇണപിരിയാതെ ഏകപ്രിയന്മാരായി ദീർഘകാലം ജീവിക്കാൻ പ്രതിജ്ഞയെടുക്കുന്നതാണ് ഈ മന്ത്രത്തിന്റെ പൊരുൾ. വരനും വധുവും ചേർന്ന് അഗ്നികുണ്ഡത്തെ പ്രദക്ഷിണം ചെയ്യുന്ന അഗ്നിപ്രദക്ഷിണമാണ് കാണുന്നത്. അഗ്നി ചവിട്ടിക്കൽ
അഥവാ അശ്മാരോഹണം എന്ന ചടങ്ങാണ് അടുത്തത്. അഗ്നിപ്രദക്ഷിണത്തിനിടയിൽ വരൻ വധുവിൻ്റെ കൈവിട്ട് വധുവിൻ്റെ 2 കാലുകളും പിടിച്ച് അമ്മിയും കുഴയും ചവിട്ടിപ്പിക്കുന്നു. ഇത് 3 അഗ്നിപ്രദക്ഷിണത്തിലും ആവർത്തിക്കുന്നു. കരിങ്കല്ലിന്മേൽ കയറി നിന്ന് കല്ലിനെപ്പോലെ സ്ഥിരയും അരോഗദൃഢഗാത്രയും സ്ഥിരചിത്തയുമായി കാലിടറാതെ ഉറച്ചു നിൽക്കുവാനും ശത്രുക്കളെ തോൽപ്പിച്ച് വിജയം കൈവരിക്കുവാനും വരൻ വധുവിനോട് നിർദ്ദേശിക്കുന്നതാണ് ഈ ചടങ്ങിൻ്റെ പൊരുൾ. വരൻ വധുവിൻ്റെ കാലുകൾ പിടിച്ച് അമ്മി ചവിട്ടിപ്പിക്കുന്നു. സപ്തപതി. വരൻ വധുവിൻ്റെ വലതുകാൽ പിടിച്ച് 7 അടി വെപ്പിക്കുന്നതാണ് സപ്തപതി. 2 നദികൾ ഒഴുകി വന്ന് ഒരു നദിയായി ഒഴുകുന്നതുപോലെ ജീവിതം തുടരാൻ പ്രതിജ്ഞ ചെയ്യുകയാണ്. ഇരുവരും ചേർന്ന് 1-ാം ചുവട് സത്തയ്ക്കും 2-ാം ചുവട് ഊർജ്ജത്തിനും 3-ാം ചുവട് സമ്പൽ സമൃദ്ധിക്കും 4-ാം ചുവട് സുഖസൗകര്യങ്ങൾക്കും 5-ാം ചുവട് പുത്രപൗത്രാദി ലാഭങ്ങൾക്ക് വേണ്ടിയും 6-ാം ചുവട് ഋതുക്കൾക്കും വെച്ച് 7-ാം ചുവടോടെ സുഹൃത്തുക്കളാകുന്നു. സപ്തപതി കഴിഞ്ഞാൽ മാത്രം വിവാഹം കഴിഞ്ഞതായി കണക്കാക്കപ്പെടുന്നു. വരൻ വധുവിൻ്റെ കാലുപിടിച്ച് 7 അടി വെപ്പിക്കുന്ന സപ്തപതിയാണ് നടക്കുന്നത്. മൂർധനി സ്പർശം ആശ്വലായന ചരണക്കാർക്ക് മാത്രമുള്ള ചടങ്ങാണിത്. വരൻ കൈ രണ്ടും പിന്നിൽ കുത്തി മലർന്ന് 2 പേരുടെയും മൂർധാവുകൾ അഥവാ നെറുകകൾ കൂട്ടിമുട്ടിക്കുന്ന ചടങ്ങാണിത്. മൂർധാവിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവിൻ്റെ പ്രവേശന കവാടങ്ങൾ തമ്മിൽ യോജിപ്പിക്കുക വഴി 2 പേരുടെയും ആത്മാംശത്തെയും ഒന്നാക്കുക എന്നതാണ് ഈ ചടങ്ങിൻ്റെ സങ്കല്പം. വരൻ്റെയും വധുവിൻ്റെയും നെറുകകൾ കൂട്ടിമുട്ടിക്കുന്ന മൂർധനിസ്പർശം നടക്കുകയാണ്. അരുന്ധതീ ദർശനം. ധ്രുവനെയും അരുന്ധതിയെയും സപ്തർഷികളെയും വരനും വധുവും നോക്കി വന്ദിക്കുന്ന ചടങ്ങാണിത്. ധ്രുവൻ്റെ ദൃഢചിത്തതയും അരുന്ധതീദേവിയുടെ പാതിവൃത്യം തുടങ്ങിയ ഗുണങ്ങൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നതാണ് ഇതിൻ്റെ സങ്കല്പം. വധൂപ്രാർത്ഥന. സപ്തപദത്തിലുള്ള എല്ലാ മന്ത്രങ്ങളുടെയും അർത്ഥവും താൽപ്പര്യവും മനസ്സിലാക്കി ഭർത്താവിൻ്റെ സഹധർമ്മചാരിണിയായി എന്നെന്നും പ്രവർത്തിച്ചു കൊള്ളാമെന്ന വധുവിൻ്റെ പ്രതിജ്ഞയാണിത്. ഹോമാവസാനം. വിവാഹ ചടങ്ങുകളുടെ അവസാനം ഹോമാഗ്നിയെ സ്വഗൃഹത്തിലേക്ക് കൊണ്ടുപോകാനായി പ്ലാശിൻ ചമതയിലേക്ക് മന്ത്രം ചൊല്ലി ആവാഹിച്ചെടുക്കുന്നു. അഗ്നിദേവനോട് വധൂവരന്മാർക്കൊപ്പം ഉണ്ടാകുവാനും എല്ലാവിധ ശ്രേയസ്സുകളും ഉണ്ടാക്കുവാനും ഉള്ള പ്രാർത്ഥനയാണ് ഈ മന്ത്രത്തിൻ്റെ പൊരുൾ. ഹോമാവസാനത്തിൻ്റെ ഭാഗമായ അഗ്നിയെ ആവാഹിച്ചെടുക്കുന്നതിനുള്ള മന്ത്രം ഓദിക്കൻ വരന് ചൊല്ലിക്കൊടുക്കുന്നു. ഹോമാഗ്നിയെ ആവാഹിച്ചെടുക്കുന്ന മന്ത്രമാണ് അയന്തേയോ നിരുത്വിയോ യതോ ജാതോ അരോചഥാ തഞ്ജാനന്നഗ്ന ആരോഹാഥാനോ വർദ്ധയാരയിം. വിവാഹ ചടങ്ങുകളുടെ അവസാന ഭാഗമായ ആർപ്പുവിളി നടക്കുന്നു. തുടർന്നുള്ള ആർപ്പുവിളികളോടെ വിവാഹ ചടങ്ങുകൾ അവസാനിക്കുന്നു. ആശീർവാദങ്ങളോടെ. വിവരണവും ശബ്ദവും എടമന കേശവൻ നമ്പൂതിരി.